കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിലായി പങ്കെടുക്കുന്നില്ല. 3ാമത്തെ കൗൺസിൽ യോഗം വിളിക്കേണ്ട സമയം കഴിഞ്ഞു. കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് അവസാനമായിട്ട് കൗൺസിൽ യോഗം ചേർന്നത്. സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് നിയമാനുസരണം മാസത്തിൽ ഒരു കൗൺസിൽ യോഗമെങ്കിലും ചേരണം. അപ്പോൾ ഈ മാസം 12-ാം തീയതിക്കുള്ളിൽ ഒരു കൗൺസിൽ യോഗമെങ്കിലും ചേരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൗൺസിൽ യോഗം ചേരുകയാണെങ്കിൽ വാഴോട്ടുകോണത്തെ കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള കൗൺസിലറുടെ അംഗത്വം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരും. തുടർച്ചയായി 3 മാസത്തെ 3 കമ്മിറ്റികളിൽ പങ്കെടുത്തില്ലെങ്കിൽ അംഗത്വം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ പരമാവധി ജാമ്യം കിട്ടുന്നതുവരെ കൗൺസിൽ യോഗം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോ 29 LDF-ലെ കൗൺസിലർമാർ കൗൺസിൽ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറിക്ക് കത്ത് നൽകി. അതോടൊപ്പം കോൺഗ്രസിലെ 20 അംഗങ്ങൾ കൗൺസിൽ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി. പക്ഷെ അതിനെ സംബന്ധിച്ച് കൗൺസിൽ യോഗം വിളിക്കുന്ന ഒരു രൂപം കാണുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നിയമാനുസരണം കൗൺസിൽ യോഗം വിളിപ്പിക്കുന്നതിന് ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൗൺസിൽ യോഗം ചേരാതിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഞങ്ങളന്ന് നഗരസഭാ മാർച്ചുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, ഈ കാപ്പ കേസിലെ പ്രതി എന്ന് പറയുന്നത് 19 കേസുകളിലെ പ്രതി കൂടിയാണ്. നെടുമങ്ങാട് വട്ടിയൂർക്കാവ് സ്റ്റേഷനുകളിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ, ഉത്സവം കാണാൻ വരുന്നവരെ, അവിടെ അദ്ദേഹത്തിന് എതിരെന്ന് തോന്നുന്ന ആളുകളെയെല്ലാം തലയ്ക്കടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 307-ഉം 308-ഉം എല്ലാം വരുന്നത്. അപ്പൊ അങ്ങനെ നിരവധി കേസുകളുള്ള ഒരാൾ, പക്ഷേ BJP നേതൃത്വം വെള്ളപൂശുകയാണ്. എന്താണ്? ഞങ്ങൾ വിട്ടുതരില്ല, ഇതെല്ലാം രാഷ്ട്രീയ കേസുകളെന്നാണ്. ഇതിൽ രാഷ്ട്രീയ കേസുകളില്ല, ക്രിമിനൽ കേസുകൾ, ആളുകളെ ഉപദ്രവിച്ച ക്രിമിനൽ കേസുകളാണുള്ളത്. സ്ത്രീകളെ പോലും ഉപദ്രവിച്ച കേസുകളാണ് ഇതിനകത്തുള്ളത്. അതിന്റെ ആളുകളുടെ അഭിപ്രായവും വീഡിയോയും എല്ലാം നിങ്ങൾ ഇതിനകം കണ്ടു കാണും. ഇപ്പോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ LDF ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള സമരപരിപാടികൾക്ക് വേണ്ടിയിട്ട് തുടക്കം കുറിക്കാനാണ്. 23-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ നഗരസഭയ്ക്ക് മുമ്പിൽ റിലേ സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. രാവിലെ 10 മുതൽ 1 മണി വരെ 2 കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ, ഓരോ ദിവസവും മാറി മാറി 2 കൗൺസിലർമാർ, ആ 2 കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹം. 100 കണക്കിന് LDF പ്രവർത്തകർ ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു സമരപരിപാടിക്ക് 23-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ആ സമരപരിപാടി ഈ കാപ്പ കേസിലെ പ്രതിയായിട്ടുള്ള കൗൺസിലറെ പുറത്താക്കുന്നതുവരെ തുടർന്നുള്ള സമരപരിപാടികൾ നടത്തണമെന്നാണ് ഞങ്ങൾ LDF തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഈ അടുത്ത കാലത്തെങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത ഒരു പ്രവർത്തനമാണ് നഗരസഭ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരപിതാവ് ഏതോ ഒരു സ്വപ്നജീവിയായിട്ട് നടക്കുകയാണ്. രാവിലെ വരിക, നഗരസഭ മേയറും ഡെപ്യൂട്ടി മേയറും കൂടി ചേർന്ന് എവിടെയെങ്കിലും ഒരു റീല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അഭിനയിക്കുക, ആ റീലെടുത്ത് പ്രസിദ്ധപ്പെടുത്തുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നു വരുന്നു. മേയറെ കാണാൻ വരുന്ന, നിങ്ങൾ ഇതുവരെ കേട്ടുകേൾവി കാണത്തില്ല, മേയറെ കാണാൻ വരുന്ന, ഒരു അപേക്ഷ കൊടുക്കാൻ വരുന്ന ആളുകൾ വരുമ്പോ നേരെ കസേരയിൽ ഇരുത്തുന്നു, മേയറോട് സംസാരിക്കുന്നു, ഒരു അപേക്ഷ കൊടുക്കുന്നു. ഇതെല്ലാം റീലുകളാക്കി ഇറക്കുകയാണ്. എത്രയോ കാലമായിട്ട് ഈ നഗരസഭയുടെ മുൻ മേയറാണ് സഖാവ് വി. ശിവൻകുട്ടി. മുൻ മേയർമാർ ധാരാളം ഉണ്ടായിരുന്നു.
അവരെല്ലാം നിരന്തരം വരുന്ന ആളുകളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ റീലിൽ ജീവിക്കുന്ന ഒരു മേയർ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുകയാണ്. ഞങ്ങൾക്ക് 45 ദിവസം തരൂ, ഈ നഗരം ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാക്കി ഞങ്ങൾ മാറ്റും എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി നരേന്ദ്രമോദിജി വരുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിജി ഇവിടെ വന്നു. 45 ദിവസം എന്നുള്ളത് 6 മാസമായി. ഈ നഗരത്തിന് ഒന്നും നടന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നേതാക്കന്മാർ പറയുമ്പോൾ മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. മാലിന്യ പ്രശ്നമുണ്ട്, പട്ടിയുടെ പ്രശ്നമുണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, മലിനജലം ഒഴുകി നടക്കുന്ന പ്രശ്നമുണ്ട്. ഇതൊന്നും നോക്കാൻ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഇതൊന്നും നോക്കാൻ ആരുമില്ല. ആ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോ ഒരു വലിയ പ്രതിഷേധം നഗരവാസികളുടെ ഭാഗത്തുനിന്ന് വന്നു തുടങ്ങിയിരിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ചവർ കൂനയെ സംബന്ധിച്ച് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവം മുതൽ പാളിപ്പോയിരിക്കുകയാണ് നഗരത്തിലെ ഭരണം. പിന്നെ ക്രിമിനൽ വൽക്കരണമാണ് ഏറ്റവും പ്രധാനം. കുറെ കാലമായി തലപൊങ്ങാതിരുന്ന ക്രിമിനൽ സംഘം BJP ഭരണത്തിൽ വന്നതിന് ശേഷം നാടാകെ നടന്ന് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോ അത്യന്തം ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ സംജാതമാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനെതിരായിട്ടാണ് 23-ാം തീയതി മുതൽ ഒരു സമരപരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ആ സമരപരിപാടി നിങ്ങളോട് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. ഈ